എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ബീൻസ് തോരനാണ് ആക്കുന്നത്. മൺചട്ടിയിലാണ് ആക്കുന്നത്. വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യണേ. ബീൻസ് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അരിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. തോരൻ തയ്യാറാക്കാൻ വേണ്ടിയുള്ള ചട്ടി ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായതിന് ശേഷം ഇതിനകത്തോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ എണ്ണയൊന്ന് ചെറുങ്ങനെ ചൂടായതിന് ശേഷം കടുക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു ഉള്ളിയാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളകും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ കടുക് പൊട്ടി ഏകദേശം ആയിട്ടുണ്ട്. അതിനകത്തോട്ട് ഇത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ബീൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്നെല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിക്കുന്നുണ്ട്. ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നതിന് മുന്നേ അതിനകത്തോട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്നുകിൽ മിക്സീൻ്റെ ജാറിലൊന്ന് ചെറുങ്ങനെ ഒന്ന് ചതച്ചെടുക്കുക, അല്ലെങ്കിൽ കൈ കൊണ്ട് ഞെരുടിയിട്ട് എടുക്കുന്നതാണെങ്കിൽ രണ്ടും കുഴപ്പമില്ല, ഏത് വേണമെങ്കിലും ചെയ്യാം. അങ്ങനെയാണ് ഞാൻ ഈ തേങ്ങ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ ബീൻസിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം.
എല്ലാം യോജിപ്പിച്ചതിന് ശേഷം പൊത്തി വെക്കുക. കുറച്ച് സമയം ബീൻസിന് വേവ് വേണ്ടു. പെട്ടെന്ന് ബീൻസ് വെന്ത് കിട്ടും. ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. ബീൻസ് ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ താളിച്ച് കൊടുത്തിട്ട് ഓഫാക്കാം ഗ്യാസ്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ.